ഒരു കട്ടുറുമ്പിന് പോലും ആത്മസാക്ഷാത്കാരം കൊടുക്കാൻ കഴിയും. നമ്മുടെ ആവശ്യം അത്രയ്ക്ക് വലുതാണെങ്കിൽ ബ്രഹ്മത്തിലോട്ടുള്ള പാതയിൽ നാം സഞ്ചരിക്കുമ്പം ഒന്നിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ കുലദൈവം പോലും നമുക്കതിന് വഴികാട്ടിത്തരും. ഇത് പറയാനൊരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ കുലദേവതയുടെ ക്ഷേത്രത്തിൽ വെച്ച് ഒരാളെ കണ്ടു. അദ്ദേഹം എനിക്കറിയാം, നേരത്തെയും അറിയാം, പക്ഷെ വലിയ പരിചയമൊന്നുമില്ല. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായ, സാക്ഷാത്കാരം ലഭിച്ചൊരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുലദേവതയുടെ ക്ഷേത്രത്തിൽ, ഞാൻ പോയിരുന്ന് ധ്യാനം ചെയ്യുന്ന ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സാധനയുണ്ട്, പിള്ളസ്വാമി കൊടുത്തിരിക്കുന്ന സാധന രീതിയുണ്ട്. പക്ഷെ അത് ഒരു ധ്യാനമാണ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്രിയയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം ഒരു ധ്യാനാനുഭൂതിയിലേക്ക് കടന്നു പോവുകയും അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ പുക്കിൾക്കുടിയുടെയും അതിൻ്റെ ഭാഗത്തായിട്ട് നട്ടലിൻ്റെ ഭാഗത്ത് ഒരു കട്ടുറുമ്പ് കടിച്ചു. അതിനെന്ത് ഇത്ര വലിയ കാര്യം? കട്ടുറുമ്പ് കടിച്ചാൽ അതിന് വലിയ കാര്യമുണ്ട്. നമ്മുടെ സ്പൈനിലാണ് ഊർജം സഞ്ചരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഊർജ ശരീരത്തിൽ, നിങ്ങൾക്ക് എൻ്റെ ഈവൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്കറിയാം, നട്ടലിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഊർജം ഉയർന്നു കയറുന്ന സമയത്ത് അവർ നട്ടലിൽ തൊട്ട് അവരുടെ സാസാരയിലേക്ക് ഊർജം കൊടുക്കുന്നുണ്ട്. അവരുടെ ശുദ്ധബോധത്തിലേക്ക് അവർക്ക് അലിയാനൊരു നിമിഷം. അതേപോലെ കുലദേവതയുടെ ക്ഷേത്രത്തിൽ വെച്ചൊരു കട്ടുറുമ്പ് അദ്ദേഹത്തിൻ്റെ നട്ടലിൽ ഇതാവുകയും അദ്ദേഹം ഒരു മയക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ധാരാളം മണിക്കൂർ നേരം ആ ഒരു മയക്ക അവസ്ഥയിൽ കടക്കുകയും ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, നമ്മുടെ ആഗ്രഹം വളരെ തീവ്രമാണെങ്കിൽ ഒരു കട്ടുറുമ്പ് പോലും നമുക്ക് സാക്ഷാത്കാരമായി മുന്നിൽ വന്ന് നിൽക്കും എന്നുള്ളത് സത്യമാണ്. പലരും എന്നോട് ചോദിച്ചു, ഗുരുജി, നമ്മൾ സിദ്ധ വിദ്യയല്ലേ ചെയ്യുന്നത്, നമുക്ക് ഈ കുലപരിപാലിനി എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ നമുക്ക് ആവശ്യം വലുതാവാം. പക്ഷെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും മടിയുണ്ടാവുന്നത്. നമുക്ക് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുലദേവതയെ നമുക്ക് ആവശ്യമാണ്. ബ്രഹ്മത്തിൻ്റെ പാതയിൽ നമുക്കൊന്നിനെ ഒഴിവാക്കാൻ കഴിയില്ല. കണ്ടില്ല, ഒരു കട്ടുറുമ്പിന് പോലും ഒരു സാക്ഷാത്കാരം കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നട്ടലിലാണ് നമ്മുടെ പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് പലപ്പോഴും പറയുമ്പം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ കുറച്ചുകൂടും അനുഭവത്തിൻ്റെ തലത്തിലെത്തിയവർക്ക് ഇത് വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും, ഈ ഒരു സത്യം എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. സാക്ഷാത്കാരത്തിൻ്റെ പാത എപ്പോഴും നമ്മുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് കൃപ നമ്മുടെ മുന്നിലേക്ക് 1000 വഴികൾ തുറന്നു തരും. അതിന് വളരെ പ്രാധാന്യപ്പെട്ടതാണ് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹവും. കുലദൈവം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചെടുക്കുവാനോ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു തുമ്മിക്കോടാ മോനെ, പേടിക്കണ്ട, നീ തുമ്മിക്കോ, പ്രശ്നമില്ല. കുട്ടി വീഡിയോ എടുക്കുന്ന കുട്ടിക്ക് തുമ്മല് വരുന്നു, അവനത് ഇങ്ങനെയൊക്കെ അസ്വസ്ഥത കാണിക്കുന്നു. നമ്മുടെ കുലം നമുക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കത് നമ്മുടെ പ്രാണനുമായി ബന്ധമാണ്. രക്തബന്ധം എന്തുമാത്രം അടങ്ങിയിരിക്കുന്നത് അതേപോലെ നമ്മുടെ പ്രാണനിൽ അടങ്ങിയിരിക്കുന്നതാണ്. അവിടെ കാമത്തിനുള്ള ശക്തിയും തരും, ബ്രഹ്മത്തിനുള്ള മോഹവും നൽകും. അത് വലിയൊരു അടിസ്ഥാനമാണ്. ആ ശക്തിയെ നമുക്ക് നമ്മുടെ ഊർജത്തിലേക്ക് വീണ്ടെടുക്കുക എന്നുള്ളത്. ഒരു യോഗിയുടെ സാക്ഷാത്കാരം നടന്നതിൻ്റെ ഒരു രീതിയും സ്വന്തം കുലദൈവം തന്നെ അനുഗ്രഹിച്ചതാണ്. നമസ്കാരം.